കോട്ടയം SP ഓഫീസിൽ നിന്നൊരു കോൾ വന്നിരുന്നു. ഇന്നലെ രാത്രി പന്തളത്ത് വെച്ചൊരു പെൺകുട്ടി അറസ്റ്റ് ചെയ്തു. ഒപ്പം 2 പേര് കൂടി ഉണ്ടായിരുന്നു, ഒരു രാജമ്മ പിന്നെ ഒരു മണിയപ്പൻ. ഈ രാജമ്മയും മണിയപ്പനും ഞങ്ങൾ പോലീസുകാരുടെ ലിസ്റ്റിൽപ്പെട്ട കക്ഷികളാണ്. ഇതിനു മുമ്പും പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പല കൈമാറിയാണ് കുട്ടി ഇവരുടെ കയ്യിൽപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്ത 40ഓളം ആൾക്കാരുടെ ഡീറ്റെയിൽസ് കുട്ടി തന്നെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടി ലിസമ്മ തന്നെയാണോ സാറേ? കുട്ടി ഇപ്പോ കോട്ടയത്തൊരു റെസ്ക്യൂ ഹോമിലാണ്. നിങ്ങൾ ഉടനെ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുക്കും. ഞങ്ങളൊന്ന് കണ്ടാൽ എന്താ കുഴപ്പം? ഇറങ്ങി വാടി, ഇറങ്ങി വിടവളെ. ഒത്തിരി പേര് കണ്ടതല്ലേ, ഞങ്ങളെ കൂടെ ഒന്ന് കാണണ്ടേ? നല്ലല്ലോ, ഇവിടെ തന്നാതിരിക്കും. ഞങ്ങളെ കാണണ്ട സാറേ. നിന്റെയൊക്കെ അമ്മയ്ക്കും പെങ്ങൾക്കും മകൾക്കും ഈ നാട്ടിൽ തന്നെ സംഭവിക്കാം. അപ്പോഴും നീയൊക്കെ ഇങ്ങനെ കൂവണ പാർട്ടികളെ. മന്ത്രിമാരൊക്കെ വരുമെന്നാ കേട്ടത്. സിനിമാളന്മാര് വരുമോ? 1-2 സീരിയലുകാർ വന്നായിരുന്നു. ആരാ നിനക്ക് അവളെ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് ആരും പരിചയപ്പെടുത്തി തന്നില്ല സർ. പിന്നെ നീ സ്വയം പരിചയപ്പെടാണോ? അലക്സ്, ഹരിക്കും രാജീവിനും ഒക്കെ ഒരു അബദ്ധം പറ്റി. നിങ്ങളുടെ പ്രായത്തിൽ ആർക്ക് സംഭവിക്കാവുന്ന ഒരു തെറ്റ് നിങ്ങൾക്കും ഇല്ല സർ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾ മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി അലക്സേ, ഇവനോടല്ല ലവനോട് ചോദിക്കും. ലവൻ പറയും കാര്യങ്ങൾ. പറയടാ, ഇവനെ നീ എവിടെ വെച്ചാ പരിചയപ്പെട്ടത്? എത്ര രൂപ തന്നു? എന്നാ വകയിലാ കാശ് തന്നത്? പറയടാ, പറയാ. ഇയാൾ എന്നെ മുറിയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. എന്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്ത എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞു. എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തോ? പറഞ്ഞ രൂപ തന്നോ? ഇല്ല, അതിന്റെ പേരിലാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. കള്ളം പറഞ്ഞോടാ. മതി 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 മതി. താനിങ്ങൊന്നേ പറയട്ടെ. ഇരിക്കെ
താൻ ചെന്ന് ടോമിയെ കൂട്ടിട്ട് വാ. സാർ. ഇയാളുടെ മകൻ ടോമി പ്രശ്നമുണ്ടായ ദിവസം പകൽ സമയം മുഴുവൻ RTO ഓഫീസിൽ നടന്ന ബെസോണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായി പറയുന്നുണ്ടല്ലോ. ഇത് RTO ഓഫീസിലെ രജിസ്ട്രാ. പിന്നെ എങ്ങനെയാണോ ഈ കേസിന്റെ പേര് ടോമി അറസ്റ്റ് ചെയ്യുന്നത്? പെൺകുട്ടി ആദ്യം പറഞ്ഞ പേര് ടോമിയുടെയാണ് സർ. എടോ, അത് ഇവിടെ പോലുള്ള എണ്ണങ്ങട്ടോളുമാര് പിടിക്കുമ്പോ പുളിങ്കൊമ്പിലെ പിടിക്കൂ. പോയാ ഒരു വാക്ക് കിട്ടിയാ നല്ലൊരു തുക. താൻ അവനെ വിട് സാർ. അത് താൻ പറയുന്ന കേട്ടാ മതി. ഈ പെണ്ണല്ലാതെ മറ്റാരെങ്കിലും എന്റെ പേര് പറയുന്നുണ്ടോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്? ഞാനങ്ങ് വിട്. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഏറ്റു. തിരട്ടിപ്പാറയെന്ന് പിന്നെ നീ ആ പെണ്ണിനെ കൊണ്ട് എങ്ങോട്ടാടാ പോയത്? സത്യമേ പറയാവൂ. കള്ളം പറഞ്ഞാൽ നിന്നെ കൊന്നി അതിനകത്ത് കെട്ടിത്തൂക്കും. എങ്ങോട്ടാടാ പോയത്? കോട്ടയത്തിന്. അവിടെ വെച്ച ഞാൻ രാജമ്മ ചേച്ചിയെ പരിചയപ്പെട്ടത്. സിഗ്നല് കൊള്ളാലോ. പരിചയമില്ലാത്ത സ്ഥലല്ലേ ചേച്ചി? മോളുടെ പേരെന്താ? രമണി. സുന്ദരി കുട്ടിയാ. രാജമ്മ ചേച്ചി എന്റെ അമ്മ വഴി ഒരു ബന്ധുക്കാരിയാ. എന്നാ വേണമെന്നറിയാതെ കറങ്ങി നിൽക്കുമ്പോഴാ ചേച്ചിയെ കണ്ടത്. ഭാഗ്യം. ഒന്ന് പോടാ. അങ്ങനെ മുള്ളിയപ്പ തെറിച്ച എന്തോന്നും അല്ല മോളെ. എവന്റെ അമ്മയെ എന്റെ അമ്മായിയാ. എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഇതിനെയും കൂട്ടി നേരെ വീട്ടിലോട്ട് വന്നാ പോരായിരുന്നോ? ഇത് കാശത്രയാ വെറുതെ ഹോട്ടലുകാർക്ക് കൊടുത്തത്. എത്ര ദിവസമായി നിങ്ങൾ അവിടുന്ന് മുങ്ങിയിട്ട്? ഇന്നേക്കിപ്പോ 5 ദിവസമായി. ഏതായാലും വന്നത് വന്നു. ഇനി അതോർത്ത് ദണ്ണം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതെ അതെ. ഒന്നുമില്ലേലും ഇത്രയും പഠിപ്പുള്ള കൊച്ചല്ലേ, ഒരു ജോലിയൊക്കെ നമുക്ക് ഒപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് സാറുമാരെയൊക്കെ പരിചയമുണ്ട്. അവരെ മുട്ടിച്ചു തരാം. എന്നാ എല്ലാം കെട്ടിപ്പറക്ക്. നമുക്ക് എന്റെ വീട്ടിൽ പോവാം. എന്താ? റൂം നമ്പർ 23 സർവേ ചെയ്ത് നിന്നിട്ട് ബാക്കിയുള്ളവർ പുറകോട്ട് മാറിയതേ. തന്റെ പേരെന്താ? വർഗീസ് ജോസഫ്. വർഗീസ്, ഈ ഇരിക്കുന്ന പെൺകുട്ടി അറിയോ? അറിയും. എങ്ങനെ? മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ താമസിക്കാൻ വന്നപ്പോ കണ്ടുള്ള പരിചയവാ. ഈ കുട്ടിയുടെ മുറിയിൽ സെർവിങ്ങിനായി എത്ര വട്ടം പോയിട്ടുണ്ടാവും താൻ? അത് കൃത്യമായിട്ട് പറയാൻ ധാരാളം വട്ടം പോയിട്ടുണ്ട് സാർ. അവിടെ വന്ന ഗസ്റ്റുകൾ എത്ര പേരുണ്ടാവും ഏകദേശം? അത് ഒത്തിരി പേര് വന്നു പോയി സാർ. എങ്ങനെ വന്നിട്ട് ഉടനെ അങ്ങ് പോവുകയാണോ? ഈ വരുന്ന ഗസ്റ്റുകൾക്ക് എന്താണ് വർഗീസ് സാധാരണ സെർവ് ചെയ്യാറുള്ളത്? ചിലര് ലിക്കർ ഓർഡർ ചെയ്യും, ചിലര് ബിയർ, ചിലര് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ടിപ്പ് തരാറുണ്ടോ ഇവരൊക്കെ? ഏറ്റവും കൂടുതൽ ടിപ്പ് തന്ന ആരാ? അത് കോലഞ്ചേരിന്ന് വന്ന അഗസ്റ്റിൻ സാറാ. വക്കീലാന്നാ പറഞ്ഞേ. മൂപ്പര് 3000 2000 ഒക്കെ തന്നിട്ടുണ്ട് പലവട്ടം.
ഈ അഗസ്റ്റിൻ വക്കീല് എത്ര വട്ടം വന്നു പോയി? 3-4 വട്ടം വന്നതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോ അഗസ്റ്റിൻ വക്കീലിന്റെ കയ്യിൽ നിന്ന് തന്നെ കാശിത്തിരി ഉണ്ടാക്കി അല്ലേ? ഇതിലാരാ സ്വാമിനാഥൻ? ഞാനാണ് സർ. സ്വാമിനാഥന്റെ പേരിൽ ചില കംപ്ലൈന്റുകളൊക്കെ മാനേജർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ സ്വാമിനാഥ. എന്താണ് സ്വാമിനാഥന്റെ പേരിലുള്ള കംപ്ലൈന്റ്? തന്റെ പേരിൽ ഇവിടെ താമസിച്ചിരുന്ന ഗസ്റ്റുകളിൽ ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അതെന്താണെന്നാണ് ചോദിച്ചത്. അത് ചോദ്യം മനസ്സിലായില്ലേ? ക്ലോസ് ചെയ്ത മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി. ആ എന്നിട്ട് സ്വാമിനാഥൻ എന്താണ് കണ്ടത്? അത് ആരായിരുന്നു ഇപ്പൊ മുറിയിൽ ഉണ്ടായിരുന്നത്? പേരറിയില്ല സർ. അവിടെ അപ്പൊ എന്താ നടന്നോണ്ടിരുന്നത്? പറയുന്നോ അതോ ഞാൻ പറയിക്കണോ? ആവുന്ന സാറും ഈ കൊച്ചും കൂടി പറയടാ. ആദ്യം സാർ ഈ കൊച്ചിന്റെ കൈ പിടിച്ച് മടിയിലിരുത്തി. ബാക്കി എന്റെ മോളെ കൊണ്ട് പറയിപ്പിക്കാം സാർ. ഒളിഞ്ഞു നോക്കി കണ്ട അയാളൊക്കെ വിസ്തരിച്ച് അവൾക്ക് പറയാൻ പറ്റും. മിസ്റ്റർ, ഇത് കേസ് അന്വേഷണത്തിന്റെ ഒരു ഭാഗമാണ്. ഈ നടന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഞങ്ങൾ കൂടെ ബോധ്യപ്പെടണമല്ലോ. അല്ലാതെ അവരുണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ കണ്ണടച്ച് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ണിക്കണ്ട പത്രക്കാരെയും ടി വിക്കാരും ഒക്കെ വിശ്വസിച്ചിട്ടിരിക്കുക ഞാനും എന്റെ മോളും. ഈ ഇരിക്കുന്ന പെൺകുട്ടി എന്റെ മോളാണ് സാർ. എന്റെ ചോരയെ പറഞ്ഞ മോള്. ലിസമ്മ സാമുവൽ ഒരു ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്നും ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായിട്ടും 40 ദിവസക്കാലം ഈ റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിലെ സാഹചര്യങ്ങളെക്കാൾ സേഫ് ഇതാണെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ലിസമ്മ ഒരു വട്ടമെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ?